ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ആദ്യം തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മൾ എല്ലാവരും കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മിച്ച് വെച്ച്, അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ലോകമെമ്പാടും ഒരേപോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന രണ്ട് ആഘോഷങ്ങളാണ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ എന്ന് പറയുന്നത്, അല്ലെ? എല്ലാവർക്കും അത് ഒരുപോലെയാണ്, അല്ലെ? അപ്പൊ അതോടൊപ്പം തന്നെ അടുത്തടുത്ത് വരുന്ന രണ്ട് ആഘോഷ ദിവസങ്ങൾ കൂടിയാണ് ക്രിസ്മസും ന്യൂ ഇയറും. രണ്ടും പ്രതീക്ഷകളുടെയും അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളുടെയും അതുപോലെ പുത്തൻ ഉണർവിന്റെയും ദിവസങ്ങളാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നതും നമുക്ക് ന്യൂ ഇയർ എന്ന് പറയുന്നതും, അല്ലെ? ഒരുപാട് പുതിയ പുതിയ പ്രതീക്ഷകൾ, നമ്മൾ ഒരുപാട് പുതിയ പുതിയ തീരുമാനങ്ങളിലേക്ക് കടക്കുന്ന ദിവസം. അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ്, അല്ലെ ഗൗരിമ? തീർച്ചയായും. അത് മാത്രമല്ല, ഇതൊന്നും കൂടാതെ വേറൊരു പ്രത്യേകതയുണ്ട് ക്രിസ്മസിനും ന്യൂ ഇയറിനും. എന്തൊക്കെയാ? ഒന്നാമത്തെ കാര്യം തന്നെ ഒത്തുചേരലിന്റെയും അതേപോലെ സന്തോഷത്തിന്റെയും ഗിഫ്റ്റ് കൊടുക്കലിന്റെയും അതേപോലെ തന്നെ കേക്ക്, വൈന് എന്ന് വേണ്ട എന്തൊക്കെയോ ബഹളത്തിന്റെ ഒരു ഒരു ഉത്സവമേളമാണ് നമുക്ക് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും സന്തോഷം നിങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് അത്രയധികം സ്നേഹവും സന്തോഷവും ഒക്കെയാണ്. അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ആഘോഷം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഒരുക്കങ്ങൾ നമ്മൾ കണ്ടു. നിങ്ങൾ ക്രിസ്മസ് കൂട് ഒരുക്കുന്നതും അതേപോലെ ക്രിസ്മസ് നക്ഷത്രങ്ങൾ ഒരുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പം ആ ഒരു സ്നേഹവും ആ ഒരു ഒത്തുകൂടലും ഒക്കെ ഒന്ന് പരസ്പരം ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലേൺ വൈസും കുറച്ച് ആഘോഷങ്ങളും കുറച്ച് സന്തോഷങ്ങളും കുറച്ച് സമ്മാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അത് മാക്സിമം അത് നിങ്ങളും നമ്മുടെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കുക, നല്ല ഉഷാറായിട്ട് നിൽക്കുക. ആരെങ്കിലും മറ്റേ വീഡിയോ ഒക്കെ ഓഫ് ആക്കി ഇങ്ങനെ ചടച്ചൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് മാക്സിമം അടിച്ചു പൊളിക്കാം, അല്ലേ ദുർഗ? അതെ, നമ്മൾ ഒരുമിച്ച് ഒരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ലേൺ വൈസ് ഫാമിലിയുടെ ഒരുമിച്ചുള്ള ഒരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഒന്ന് ഉണർന്ന് എല്ലാവരും നോക്കട്ടെ. എല്ലാ ന്യൂ ഇയറിന്റെ കേക്കോ ക്രിസ്മസിന്റെ കേക്കോ വൈനോ വല്ലോ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം എടുത്ത് വെച്ചോളൂ കേട്ടോ, നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. അതിന്റെ കൂടെ തന്നെ പരിപാടികൾ, നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് വിരുന്ന് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പലതരത്തിലുള്ള ഗെയിംസും അതുപോലെ തന്നെ നിങ്ങൾ സർപ്രൈസിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ അത്രത്തോളം എൻജോയ് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെ ഗൗരിമ? തീർച്ചയായും. നിങ്ങളുടെ കൂടെ ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലേൺ വൈസിന്റെ ഒരു കോർ ടീം തന്നെയുണ്ട്. നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടവരും കേട്ടവരും ഒക്കെ തന്നെയാണ്. എന്നാൽ പോലും നിങ്ങൾ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്, നമ്മളുടെ കൂടെ ഈ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടും ഇപ്പൊ നമ്മളുടെ കൂടെ ലേൺ വൈസിന്റെ കോർ ടീം ഉണ്ട്. അതാരൊക്കെയാണ് എന്നുള്ള കാര്യം ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നമ്മുടെ റഹീസാർ ആണ്. റഹീസാർ നമ്മുടെ ലേൺ വൈസിന്റെ അക്കാഡമിക് ഹെഡാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹവും നമ്മളുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. അതിന്റെ കൂടെ തന്നെ നമ്മളുടെ കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ ഈ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതിന്റെ കൂടെ തന്നെ നമ്മളുടെ മെന്റേഴ്സിന്റെ എല്ലാം അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ തന്നെ ഹെഡായിട്ടുള്ള ലിൻസി മാമിനെയും ഞാൻ ഈ ഒരു ഒക്കേഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇവരെയൊക്കെ പോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനെയും എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ലേണേഴ്സിനെയും. മാം, ഇവർക്ക് എക്സാമും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്നിട്ട് കൂടി ഈ ഒരു പ്രോഗ്രാം, നമ്മുടെ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാനായിട്ട് അവർ സമയം കണ്ടെത്തി നമ്മുടെ കൂടെ ഒരു ഒത്തുചേരലിനായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ സ്വീകരണം നൽകുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോർ ടീമിനെയും എല്ലാവരെയും എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. നമുക്കപ്പോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം, അല്ലെ? അതുപോലെ നമ്മള് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഏറ്റവും കുട്ടികളെ പോലെ തന്നെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നിന്നത് മെന്റേഴ്സ് തന്നെയാണ്. കാര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങളെ എത്രത്തോളം വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യും. അതേപോലെ ഫോട്ടോയുടെ കാര്യത്തിലും ഒക്കെ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിന്ന മെന്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മെന്റേഴ്സും അതേപോലെ ബാക്കി ലേൺ വൈസിന്റെ ബാക്കി ഡിപ്പാർട്ട്മെന്റിലുള്ള മെമ്പേഴ്സും ആണ്. അവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ മെന്റേഴ്സിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാൻഡ്ര മാമിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സാൻഡ്ര മാമിന്റെ നമ്മുടെ മെന്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു പ്രോഗ്രാമോടുകൂടി സ്റ്റാർട്ട് ചെയ്യാണ്. വെൽക്കം സാൻഡ്ര മാം. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ലേൺ വൈസിനോടും അതുപോലെ തന്നെ എന്റെ കോർ ടീമിനോടുള്ള താങ്ക്സ് അറിയിക്കുന്നു. ആൻഡ് വിഷ് യു ഓൾ എ ഹാപ്പി ക്രിസ്മസ് ആൻഡ്
ഹാപ്പി ന്യൂ ഇയർ. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ട് എല്ലാരും ക്ഷമിക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സോങ് പാടാന്നാണ് വിചാരിക്കുന്നത്. യഹൂദയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദര. യഹൂദയായിലെ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. രാജികൾ താരക രാജകുമാരിയോ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി താരകം തന്നെ നോക്കി താരക രാജകുമാരിയോ തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരക രാജകുമാരിയോട് ഗ്ലോറിയ തിങ്കൾ കലപാടി ഗ്ലോറിയ. താങ്ക് യു. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു സാൻഡ്ര മാം, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊരു സൗണ്ട് പ്രോബ്ലം വന്നു, പക്ഷെ എന്നാലും റിയാക്ഷൻ കൊടുക്കാവോ മാമിന്? അതാ എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കഴിവാണ് മാം അവിടെ കാണിച്ചത്. അതെ, നന്നായിട്ട് മെന്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് റെപ്രസെന്റ് ചെയ്താണ് മാം എത്തിയിരിക്കുന്നത്. അതെ, താങ്ക് യു സോ മച്ച് മാം. ഇനി ഇപ്പം മെന്ററിന്റെ അല്ലെങ്കിൽ മെന്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പരിപാടി കണ്ടു കഴിഞ്ഞു. ഇനി മറ്റേ ചെറുക്കൻ കൂട്ടുകാരുടെ പരിപാടിയാണ് എന്നുള്ള രീതിയിലേക്ക് അതെ, നമ്മള് ലേണേഴ്സിലേക്ക് കടക്കുകയാണ്. ലേണേഴ്സിലേക്ക് കടക്കുകയാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ്. അതായിരുന്നു കേട്ടോ. നമുക്ക് മെയിൻലി 2 പ്രോഗ്രാം ആയിരുന്നു നമ്മള് ഒരു കോമ്പറ്റീഷൻ പോലെ വെച്ചിരുന്നത്. അതിനകത്തിൽ നമുക്ക് ഒരുപാട് എൻട്രീസ് വരികയും ഒക്കെ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് ജഡ്ജസിനും നമുക്ക് ഒരുപാട് നല്ല ഗായകരുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റി. പറ്റിയ അതെ, അത് ഓരോ ബാച്ച് വരുന്തോറും അത് അവരിങ്ങനെ കൂടുതൽ പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. എത്രത്തോളം നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, എവിടെ തെരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. അതെ, അപ്പോ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സമ്മാനം തരണം എന്നും എല്ലാം ബെസ്റ്റ് എന്ന് പറയണമെന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷെ അതെ, ഒരു കോമ്പറ്റീഷൻ എന്നുള്ള ഒരു വാക്ക് നമ്മൾ പറഞ്ഞു പോയി എന്നുള്ളത് കാരണം നമ്മൾ കുറച്ച് പേര് അല്ലെങ്കിൽ ഒരു 3 പേരെ പിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എല്ലാവരും തന്നെയാണ് അതിന്റെ വിന്നേഴ്സ്. അപ്പം വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു നിങ്ങൾ എല്ലാവരും എന്തൊക്കെയാണ് ഫോട്ടോസ് അയച്ചു തന്നേക്കുന്നത് ഫാമിലിയിൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഡിസംബർ ടു റിമെമ്പർ എന്നായിരുന്നു ഈ ഒരു കോമ്പറ്റീഷന്റെ പേര്. ഫോട്ടോ കോമ്പറ്റീഷന്റെ പേരാണ്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. എന്തൊക്കെ ഫോട്ടോസ് നിങ്ങൾ എല്ലാരും അയച്ചിട്ടുണ്ട്. നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? നിങ്ങളെ പോലെ മറ്റുള്ളവരുടെ ഫോട്ടോസ് കാണാനായിട്ട് എക്സൈറ്റഡ് ആണോ? ഓക്കെ, അപ്പൊ എല്ലാരും റെഡിയാണ് ഗൗരി മാം. അപ്പൊ നമുക്ക് അതൊന്ന് പ്രസന്റ് ചെയ്യാം. അതാണ് അത് നമുക്കിനി കാര്യം അത്രയും എൻട്രീസും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഒരു നമുക്ക് തന്നെ മറ്റേ അയ്യോ ഇത് കൊടുക്കണോ അതിന് കൊടുക്കണോ അങ്ങനെ നമ്മൾ മറ്റേ ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്നിട്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻസ് എന്റെ ഇത് മോശമായി പോയെന്നോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ എല്ലാരും വിന്നേഴ്സ് സെറ്റിൽ തന്നെ എല്ലാരും എടുക്കാം കേട്ടോ. നമുക്കതൊന്ന് കണ്ടു നോക്കാം.
എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൊളീഗ്സിന്റെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ലേണേഴ്സിന്റെയും ഫോട്ടോസ് ഇതിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ വിന്നേഴ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരാണ് ഇതിന്റെ വിന്നേഴ്സ് എന്ന് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും അല്ലെ? പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കോർ ടീം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മുടെ അക്കാദമിക് ഹെഡ് ആയിട്ടുള്ള റഹീ സാർ ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ന്യൂ ഇയർ വിഷസ് പറയാനായിട്ട് ഞാൻ സാറിനെ വെൽക്കം ചെയ്യാണ്. സർ. ഹായ് എവ്രി വൺ, എല്ലാവർക്കും ബിലേറ്റഡ് ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ലേൺ വൈസിലെ ഇപ്പൊ ഏകദേശം ഒരു 100 പേര് അധികം ആൾക്കാർ ഇപ്പൊ ഈ മീറ്റിംഗിലുണ്ട്. ഇതിനു മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് ഓണത്തിനായിരിക്കുക, അല്ലെങ്കിൽ അതിനുശേഷം ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ലേൺ വൈസിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു മീറ്റിംഗ് എന്നത്. പിന്നെ അതിന് മുന്നേക്കെ അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ബാച്ച് വൈസ് മീറ്റിംഗ് ആയിട്ട് നടത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ ഓണത്തിന്റെ മീറ്റിംഗിൽ ഞാനും ജസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കലാകാരന്മാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നും ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സിന്റെ ലിസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു മെന്റൽ ഹെൽത്ത് ഡേന്റെ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു സെലിബ്രേഷൻ മൂഡിൽ കാര്യമായിട്ട് വരുന്നത് ഓണത്തിന് ശേഷം പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ. അപ്പൊ എന്നിരുന്നാലും എല്ലാവർക്കും ഈ ഒരു നമ്മുടെ ഒരു കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ, അതിൽ ഒരുപാട് പേര് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും അറിയാൻ പറ്റി. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ആശംസ അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. അപ്പൊ അതിൽ എന്തായാലും ഒരു കോമ്പറ്റീഷൻ ആവുമ്പോൾ കുറച്ച് വിന്നേഴ്സ് ഒക്കെ ഉണ്ടാവും. അത് വിന്നേഴ്സ് ഇപ്പം തന്നെ അനൗൺസ് ചെയ്യുന്നതാണ്. ഇനി ലേൺ വൈസിന്റെ ഒരു അക്കാഡമിക്സ് ഡിവിഷൻ ലീഡ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഓരോ വർഷവും ലേൺ വൈസിൽ ഇപ്പൊ അക്കാഡമിക്സ് ഡിവിഷൻ ആവുമ്പോൾ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷം ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതിയ ലേണേഴ്സും ഇപ്പൊ നമ്മുടെ ഈ മീറ്റിംഗിൽ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കായിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നുള്ള ഒരു സീരീസ് നമ്മൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഫാക്കൾട്ടീസും മെന്റേഴ്സ് ഒക്കെ തന്നെയാണ് അതിൽ ഓരോ പേപ്പറിന്റെയും പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിനാണ് ഫോക്കസ് ചെയ്തത്. കാരണം നിങ്ങൾക്ക് അറിയാം ഇഗ്നോയിൽ 100 കണക്കിന് പേപ്പർ ഉണ്ട്. അപ്പൊ നമുക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആകുന്ന രീതിയിൽ തന്നെ നമ്മൾ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും സൈക്കിളുകൾ നമ്മൾ ഇതുപോലെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ എക്സാമിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഗ്നോ പോലെയുള്ള എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുക. എനിവേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും നിങ്ങളുടെ പ്രോഗ്രാമിനായിട്ട് ഞാനും അത് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു സാർ. നെക്സ്റ്റ് നമ്മുടെ അക്കാദമിക് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാർ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളോട് ന്യൂ ഇയർ വിഷസ് പറയാനായിട്ട് സാറിനെ കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്തുള്ളതാണ്. താങ്ക് യു ദുർഗ. ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ ഒരു ന്യൂ ഇയർ ഈവില്. അപ്പൊ എല്ലാവർക്കും ഞാൻ ഒരു ന്യൂ ഇയർ വിഷസ് അറിയിക്കുകയാണ്. ഒരു പ്രോസ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി ന്യൂ ഇയർ ആവട്ടെ എല്ലാ അർത്ഥത്തിലും, ഹെൽത്ത് വൈസും വെൽത്ത് വൈസും അതുപോലെ നിങ്ങൾ അക്കാഡമിക് വൈസ് എല്ലാം ഒരു അടിപൊളി ന്യൂ ഇയർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടാതെ ഞാനും നിങ്ങളുടെ ഇപ്പൊ ഫോട്ടോസ് എല്ലാം കണ്ടതിൽ വിന്നർ ആരാന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ബാക്കി പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അഡ്വാൻസ് ആയിട്ടൊരു ന്യൂ ഇയർ വിഷ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. സർ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഇനി അത് ഒട്ടും വെച്ച് താമസിക്കണ്ട അല്ലേ മാം? അതെ, നമുക്ക് പറയാം വിന്നേഴ്സ് എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് അറിയാം. അപ്പൊ നേരെ നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യും. വിന്നേഴ്സ് ഇവരാണ്. ഡിസംബർ ടു റിമെമ്പർ എന്നുള്ള ആ ഒരു കോമ്പറ്റീഷനിൽ ഇവരായിരുന്നു വിന്നേഴ്സ്. അതില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയേക്കുന്നത് അപർണ BA സൈക്കോളജി January 24 ബാച്ചിലെ അപർണയ്ക്കാണ്. സെക്കൻഡ് കിട്ടിയേക്കുന്നത് സ്വപ്നയ്ക്കാണ്, MA സോഷ്യോളജി January 24 ബാച്ചിലെ സ്വപ്നയ്ക്കാണ്. പിന്നെ ഒന്ന് സംഗീത് സണ്ണിക്കുമാണ്. സംഗീത് സണ്ണി BA സൈക്കോളജി July 23 ആളാണ്. സോ നമുക്ക് ഇവരുടെ എന്താണ് ഇവരുടെ ഫോട്ടോസ്, ഇതെല്ലാം ഇവർ അയച്ച ഫോട്ടോസ്, ഇതെല്ലാം ഫോട്ടോസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പം വിന്നേഴ്സിനെ കണ്ടു കഴിഞ്ഞു അല്ലെ? ആരൊക്കെയാണ് നല്ലത്? ഈ വിന്നേഴ്സ് ഇവിടെ ഉണ്ടോ? ഇപ്പൊ പ്രസന്റ് ആയിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
എല്ലാരും അപ്പം വിന്നേഴ്സ് ഇവിടെ ഉള്ള സ്ഥിതിക്ക് എല്ലാരും ഒന്ന് റിയാക്ഷൻ കൊടുക്കാവോ? ഹാപ്പി അല്ലേ അപർണ? ഹാപ്പിയാണ്. ഓക്കെ വെരി വെരി ഹാപ്പി. ഓക്കെ എല്ലാവരുടെയും നല്ല ഫോട്ടോസ് തന്നെയായിരുന്നു കേട്ടോ. അതെ അതിനകത്തില് ഏറ്റവും എന്താ ഒരു വേറിട്ട് നിന്ന അല്ലെങ്കിൽ ഒരു ഇച്ചിരി ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസ് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. എല്ലാരും അതെ. വിന്നേഴ്സ് തന്നെയാണ്. എല്ലാവരും വിന്നേഴ്സ് ആണ്. എല്ലാവരും നമ്മുടെ ലേൺ വൈസിന്റെ വിന്നേഴ്സ് തന്നെയാണ്. എല്ലാ ലേണേഴ്സും ഒരേപോലെയാണ്. നമ്മള് ഇപ്പോ വിന്നേഴ്സിനെ കണ്ടു. ഈ ഒരു സെഗ്മെന്റിന്റെ ആ ഒരു വിന്നേഴ്സിനെയും അതേപോലെ മെസ്സേജുകളും ഒക്കെ നമ്മൾ കേട്ടു. ഇനി ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ സന്ദേശം ആയാലോ? അപ്പൊ അതെ. അതല്ലേ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി നമുക്ക് ഇനി ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു മെസ്സേജോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ BA സൈക്കോളജിയിലെ ജൂലൈ 23 ബാച്ചിലെ തൻസിയെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. Good evening to all. First of all, introducing myself, I am Tansia Jasmine from വയനാട് പുൽപ്പള്ളി. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ എന്റെ ദൗത്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസിക്കുക എന്നുള്ളതാണ്. അപ്പം എന്താണ് ക്രിസ്മസ്? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്നതാണ് കോരിത്തരിക്കുന്ന തണുപ്പും യേശു ക്രിസ്തുവിന്റെ ജനനവും എല്ലാം അല്ലെ. എല്ലാവരും 23 ക്രിസ്മസ് അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്മസ് നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, നമ്മൾ വന്ന പഴയ വഴികളെല്ലാം മറന്ന് പുതിയ വഴികൾ നേടുക എന്നുള്ളതാണെന്ന്. എന്നാൽ ഈ ന്യൂ ജനറേഷൻ അത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ മനസ്സിൽ പകയും വിദ്വേഷവും തമ്മിൽ പടപൊരുതി ജീവിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ക്രിസ്മസ് സന്തോഷത്തിന്റെയും ത്യാഗത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സന്ദേശമായി നമ്മുടെ മുന്നിലോട്ട് എത്തുന്നത് അല്ലെ. അപ്പൊ നമ്മളോട് യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മ എത്ര ദ്രോഹിച്ചവരോട് നമ്മൾ ഒരു വിദ്വേഷവും ഇല്ലാതെ അവരോട് സന്തോഷത്തോടെ സഹജീവിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ്, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളത്. ഞാൻ ഈ ഒരു മെസ്സേജ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും അത്. ഞാൻ എന്റെ ആശംസ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഒരുപാട് സോങ് ഒക്കെ ഇവിടെ കാണാനുണ്ട്. അപ്പൊ എല്ലാവർക്കും ഞാൻ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ ഭൂമിയിൽ പാകി മാനവ ഹൃദയത്തിൽ ഒരു സന്തോഷം നിറയ്ക്കാൻ ഈ ക്രിസ്മസ് ആൻഡ് പുതുവത്സര കാലം ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഓക്കെ അപ്പൊ നമുക്കിവിടെ തൻസാനിയ നല്ലൊരു സന്ദേശമാണ് നൽകിയത് അല്ലെ. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ലൊരു സമാധാനത്തിന്റെയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു സന്തോഷപരമായ ഒരു സന്ദേശം അല്ലെ. നമുക്ക് എല്ലാവർക്കും അതുപോലെ ആവട്ടെ നമ്മുടെ ന്യൂ ഇയർ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു പാട്ടായിട്ട് ഒരു പാട്ട് പാടാനായിട്ട് നമ്മുടെ രമേശ് BA സൈക്കോളജി ജൂലൈ ബാച്ചിലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതില് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ ഇപ്പൊ ഇതില് പാർട്ടിസിപ്പൻസിനെ നോക്കിയപ്പോ അതിൽ പ്രദീപ് സോമസുന്ദർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ കണ്ടു. അദ്ദേഹം നല്ല പാട്ട് പാടിയിട്ടുണ്ട്. അതില് അദ്ദേഹത്തിനോട് പാടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ആളായിരുന്നെങ്കിൽ ആള് മേരി ആബാസുനോല് നാഷണൽ ലെവൽ ഇന്ത്യ ലെവലിലെ വിന്നറാണ് സുനിധി ചൗഹാന്റെ ഒപ്പം. ഒരു 100ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട്, മലയാളം ഹിന്ദി തമിഴൊക്കെ ആയിട്ട്. അദ്ദേഹത്തിനോട് പാടിക്കാൻ പറ്റും. ഞാൻ ഒരു റെക്കോർഡഡ് സോങ് അയച്ചിട്ടുണ്ട്, അത് പ്ലേ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അദ്ദേഹത്തിന് സ്റ്റുഡന്റ് ആണോ? നമ്മുടെ സർപ്രൈസ് കളഞ്ഞല്ലോ രമേശ്. ഇല്ല, അത് ഉദ്ദേശിക്കുന്ന ആള് തന്നെയാണ്. സോറി, അത് ഞാൻ കളയില്ല അദ്ദേഹത്തിന്. കണ്ടപ്പോ എനിക്ക് ഡൗട്ട്. ഞാനായിട്ട് പോയി ഇപ്പോഴത്തെ ഫേസ് നോക്കുമ്പോ ഒരുപാട് മാറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി നോക്കിയപ്പോ ഗൂഗിളിൽ നോക്കിയപ്പോ സെയിം ഫേസ് തന്നെയാണ്. അപ്പൊ എനിക്ക് ഉറപ്പായി അദ്ദേഹം തന്നെയാണെന്ന്. അദ്ദേഹത്തിനോട് പാടിപ്പിക്കും. അദ്ദേഹം നമുക്കായിട്ട് പാട്ട് പാടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് പാടാം. നമസ്കാരം, ഞാൻ സ്വപ്ന, MA സോഷ്യോളജി ജാനുവരി 2024 ബാച്ചിലെ വിദ്യാർത്ഥിനിയാണ്. ലേൺ വൈസിലെ നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാ അധ്യാപകർക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥിനികൾക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ നന്മകളും നേരുന്നു. 1983 നമ്മുടെ ചിത്ര ചേച്ചി പാടി റിലീസായ ഒരു പാട്ട്, പൈതലാം യേശു എന്ന പാട്ടിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ പാടാൻ ശ്രമിക്കുന്നത്. തെറ്റുകളുണ്ടാവും, ക്ഷമിക്കണം. ഉന്നതരേ
ഉള്ളിൽ തിരകൊള്ളും മോദത്തോടെത്തും ആരാകെ പ്രേക്ഷകർ നിരനിരയായി ഉള്ളിൽ തിരകൊള്ളും മോദത്തോടെത്തും ആരാകെ പ്രേക്ഷകർ നിരനിരയായി യേശുവേ യേശുനാഥൻ പിറന്നു ലാ 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 ആഹാ ആഹാ താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്കായിട്ട് സ്വപ്ന നല്ലൊരു പാട്ടാണ് ഇവിടെ പാടിയത് അല്ലെ? എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ഫേവറേറ്റ് ഗാനം ആയിരിക്കും. നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള ഗാനമായിരിക്കും അല്ലെ? എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എല്ലാരും ഒന്ന് റിയാക്ട് ചെയ്യണേ സ്വപ്നയുടെ പാട്ടിലേക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സ്വപ്ന. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇപ്പം നമ്മൾ 1-2 ഇവന്റ്സുകളൊക്കെ കണ്ടല്ലേ? ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ കോമ്പറ്റീഷൻ കരോൾ സോങ്ങിന്റെ ആയിരുന്നു അല്ലെ ഗൗരി മാം? അതിന്റെ കാര്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? ഇപ്പൊ നമ്മൾ ഫോട്ടോ കോമ്പറ്റീഷൻ പോലെ തന്നെ കരോൾ സോങ് നമുക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരുന്നു. ഒരുപാട് നല്ല ഗായകരുണ്ട് നമ്മുടെ ലേൺ വൈസിൽ നിന്ന് തിരിച്ചറിഞ്ഞ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു അല്ലെ ഗൗരി മാം? തീർച്ചയായും. അപ്പൊ അതിന്റെ റിസൾട്ടിലേക്ക് കടക്കാം. എല്ലാരും ഇനി അതിന്റെ ഒരു കാത്തിരിപ്പില്ല. അപ്പൊ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട കരോളിന്റെ റിസൾട്ടിലേക്ക് പോകാം. അതെ, അതിന് മുമ്പായിട്ട് നമുക്ക് കരോളിന്റെ മാഷപ്പീടി ഒന്ന് കണ്ടാലോ? കണ്ടു മാം, ഇപ്പൊ കാണാൻ പറ്റി. ഇനി നമുക്ക് ഓക്കെ. ഇവരുടെ പാട്ടുകളും വിന്നേഴ്സിനെയാണ് നമുക്കിനി കാണേണ്ടത്. ഇപ്പൊ അവരുടെ പാട്ടുകളോ അല്ല, നമുക്കിനി അതല്ലേ ആകാംക്ഷ, ഇവരെന്താണ് പാടിയത് എന്നുള്ള രീതിയിൽ. അപ്പോ ഇനി നമുക്ക് അതൊന്ന് കാണാം. വിന്നേഴ്സിനെ എല്ലാരും കണ്ടല്ലോ. ഇതിനകത്തില് അഖില എന്ന് പറയുന്ന ആൾക്ക് മറ്റേ സ്പെഷ്യൽ മെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാരും അടിപൊളിയായിരുന്നു. അപ്പോ സൂപ്പറായിട്ട് എല്ലാരും പാടുകയും അതേപോലെ നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. ആ ഒരു ക്രിസ്മസ് ആ ഒരു ന്യൂ ഇയർ വൈബാണ് ശരിക്കും നമുക്ക് ഓരോ. അതെ, സത്യം. അപ്പൊ
നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരു കൺഗ്രാചുലേഷൻ ഉണ്ട്. നിങ്ങൾ എല്ലാവരും വിന്നേഴ്സ് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ കാണിച്ച ഈ ആൾക്കാരാണ് വിന്നേഴ്സ്. അതിനകത്തിൽ അഖിലിന് സ്പെഷ്യൽ മെൻഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി പ്രസന്റ് ആവാൻ പറ്റിയിട്ടില്ല. പ്രസന്റ് ആവാം. ഓക്കെ, സാരമില്ല, നമ്മൾ ആ ഒരു സന്തോഷം അറിയിക്കുന്നുണ്ട്. അതെ അതെ അപ്പൊ ഇനി ഇത്രയും നേരം നമ്മൾ കോമ്പറ്റീഷന്റെ കാര്യവും ഒക്കെ കണ്ടു. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കലാപരിപാടി വേണ്ടേ? ഇനി ഒന്ന് എൻജോയ് ചെയ്യാൻ പോവാണ്. നമ്മൾ എങ്ങനെയാണ് വേണ്ടേ നമ്മുടെ മാം? ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ ഒന്ന് എൻജോയ് ചെയ്യാൻ പോവാ. നമ്മളൊക്കെ ഒരു എന്താ പറയാ കുട്ടികളായി മാറാൻ പോവാണ്. അതാണ്. അതെ, നമുക്ക് ഒരുപാട് നമുക്ക് ഈ ഓൺലൈൻ ആയതുകൊണ്ട് ചില പരിമിതികൾ നമുക്കുണ്ട് എന്നുണ്ടെങ്കിലും അതെ നമ്മൾ അതൊന്നും നമ്മുടെ എങ്കിലും ആഘോഷത്തെയോ സന്തോഷത്തെയോ ഒന്നും ബാധിക്കാൻ പാടില്ല. അപ്പൊ അത് അതെ കാരണം നമ്മള് ഒരു ചെറിയ കുട്ടി ഒരു ഗെയിം പോലെ ഒരു സെഷൻ നമ്മൾ നിങ്ങൾക്ക് സെറ്റ് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഇൻവോൾവ് സെറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല രീതിയിലുള്ള കുറച്ച് ഗെയിംസുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് നിങ്ങൾ ചെയ്ത് അത്രത്തോളം എന്താ പറയാ ആക്റ്റീവ് ആയിട്ട് അതിൽ പങ്കെടുക്കുക. എല്ലാ രീതിയിലും നമ്മുടെ കൂടെ തന്നെ കട്ടക്ക്. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, എല്ലാവരും യെസ് പറയുന്നുണ്ട് ഗൗരി മാം. ആർക്കും ഒരു അപ്പൊ നമുക്ക് അനക്കമില്ലാത്തേ അതെ ഉഷാറായിട്ട് വന്നു. ഓക്കെ, അവരൊക്കെ റെഡിയാണ്, നമ്മളൊന്ന് തുടക്കിയിട്ട് കൊടുത്താൽ മതി. അതെ അതെ എല്ലാവരും യെസ് പറയുന്നുണ്ട്. അതെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെ ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇതാണ് ഗെയിം നമ്മുടെ അല്ലെ ഗൗരി മാം? ഇതാണ് നമുക്ക് യെസ് കാണാം ഇതിനകത്തില് മാം കാണാം. ക്രിസ്മസ് കാണുന്നില്ലേ സ്ലൈഡ്? കാണാം വാട്ട് ആർ മൈ ക്രിസ്മസ്. ഓക്കെ, ഇതിനകത്തില് കുഞ്ഞു ഗെയിമാണ്. അതായത് നിങ്ങളെ ആ ഒരു മൂഡിലേക്ക്, ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ മൂഡിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ഗെയിമാണ് കേട്ടോ. ഇതിനകത്തില് എന്താ വാട്ട് ആം ഐ എന്നുള്ളതാണ് ആരാണ് ഗെയിമിന്റെ പേര്. ഒളിഞ്ഞിരിക്കുന്നത് ഇതിനകത്തില് എന്നാണ് നമ്മൾ നമ്മൾ കുറച്ച് കണ്ടുപിടിക്കേണ്ടത്. ഒളിഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം. അതിൽ ഓക്കെ കുറച്ച് ഹിന്റുകളൊക്കെ നമ്മള് തരും. അത് നിങ്ങൾ അതിനകത്തിലുള്ളത് ആരാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത സ്ലൈഡ് കാണിച്ചോളൂ. ഗൗരി മാം ഒരു സമയം പറഞ്ഞു കൊടുക്കും അവർക്ക്, ഏത് ഇത്ര സമയത്തിനുള്ളിൽ അവർ പറയണം എന്നുള്ളത് പറയും. അതായത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അത്. അടുത്ത എന്താ ഒരു 4 സെക്കൻഡ് മതി നിങ്ങൾക്ക് എന്താണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ. വലിയ വലിയ കാര്യമൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഫസ്റ്റ് ആയിട്ട് എന്താണെന്നുള്ള പറയുന്ന ആളായിരിക്കും വിന്നർ. ഇന്നർ ഹാൻഡ് റൈസ് ചെയ്ത് പറയാം നിങ്ങൾക്ക്. ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറയാട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടി ആകെ ഒരു ബഹളാവും. അപ്പൊ ഹാൻഡ് റൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത സ്ലൈഡ് കാണിച്ചു. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹിന്റ്. അറിയാം I am an animal. I have large antlers. ഇതിനകത്തില് ഒന്ന് ഇപ്പൊ മ്യൂട്ട് തന്നെ ചെയ്യാൻ ഹാൻഡ് റൈസ് പറ്റുന്നവരൊന്ന് ചെയ്ത് മ്യൂട്ട് കഴിഞ്ഞു. ചെയ്യാട്ടോ. ആൻസേഴ്സ് വന്നു തുടങ്ങി ഗൗരി മാം. അതാണ് ഓക്കെ, വളരെ ഫാസ്റ്റ് ആണ് ഇവര്. ക്വസ്റ്റ്യൻ പോലും വായിക്കുന്നതിന് മുന്നേ അതെ ആൻസർ അതെ എത്തിക്കഴിഞ്ഞു. അതാണ് അതെ നമ്മളുടെ ആ ഒരു എന്താ കുട്ടികളുടെ ഒരു സ്പിരിറ്റ്. ഓക്കെ, അതെ നമുക്ക് അതെ അടുത്തത് നോക്കാം. അടുത്തത് എല്ലാരും റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഇപ്രാവശ്യം വിട്ടുപോയവര് ഇച്ചിരി കൂടി ജില്ലെന്നിരിക്കട്ടെ. അതെ Kind of candy. I have red and white stripes. I I look look like a like a walking stick. small walking stick. Santa Claus. കാൻഡി കെയിൻ. Santa Claus അല്ല, ആരോ പറഞ്ഞേ അല്ല. കാൻഡി കെയിൻ മാം സ്വപ്ന പറഞ്ഞു. ഓക്കെ കാൻഡി ഓക്കെ. കെയിൻ. മിടുക്കി അതന്നെ. ഓക്കെ, ലോലിപോപ്പ് എന്നൊക്കെ എല്ലാരും റിയാക്ഷൻസ് കൊടുക്കണേ. കറക്റ്റ് ആൻസേഴ്സ് പറയുന്നവർക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻസ് കൊടുക്കണേ. അതാ കറക്റ്റ് പേര് പറയുന്നവർക്കാണ് മിടുക്കി പട്ടം കിട്ടുന്നത്, അല്ലെങ്കിൽ അതെ മിടുക്കൻ അതെ പട്ടം കിട്ടുന്നത്. അതെ സോ ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത് നോക്കാം. അപ്പൊ ഇപ്രാവശ്യം പോയവരാണെങ്കിൽ അടുത്തത് നോക്കാം. ഓക്കെ, അടുത്ത സ്ലൈഡ്. I am നെക്സ്റ്റ് ഹിന്റ് I am വന്നിട്ടുണ്ട്. tall I and am a green. tall You and can green. You can you can decorate me. You can put Christmas presents. നാല് ആൾക്കാർ റൈസ് ചെയ്തിട്ടുണ്ട്. Christmas tree. Yes. പറഞ്ഞൊക്കെ എല്ലാരും പറയുന്നുണ്ട്. പൈൻ ട്രീ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലേ? അതെ അതെ ആ, കുറച്ച് ക്രിസ്മസിന് എളുപ്പമായി നിങ്ങൾക്കുള്ള പോയോ ഗിഫ്റ്റുകളും അവിടെ ഡൗട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ട്. നെക്സ്റ്റ് ആണ്, അതാ. വായിച്ചോളൂ. I have a I carrot have a nose. cat. I No. have a cold head and body. I disappear when it's warm. എന്തായിരിക്കും? Snowman. No. Okay. ഓക്കെ എല്ലാരും ഭയങ്കര ഫാസ്റ്റ് ആണ്. എന്ത് ചെയ്യും? ഓക്കെ, ഇനി അടുത്തത് സ്നോമാൻ എത്തിക്കഴിഞ്ഞു. I am a big bird. People eat me on Christmas Day. I taste delicious with gravy and stuffing. ടർക്കി. നമുക്ക് ഹിന്റ് മുഴുവൻ ആക്കുന്നതിന് മുന്നേ തന്നെ ആൻസേഴ്സ് വന്നു കഴിഞ്ഞു. അതെ, ടർക്കി. ബേർഡ് എന്നല്ലേ പറയാം. അപ്പൊ ടർക്കിയാണ് കേട്ടോ. ടർക്കിയാണ്. I am a kind of cave. You can see me in the night sky Snowflake. at Christmas. I'm placed at the top of the Christmas tree.
ആരായിരിക്കും? ഇതിന്റെ ഉത്തരം അറിയാത്തതായിട്ട് Star. ആരും ഉണ്ടാവില്ല. അതെ അതെ, കറക്റ്റ് ഉത്തരാണ് കേട്ടോ. അതെ, എല്ലാരും എന്താ പറയാ, എല്ലാവർക്കും ഭയങ്കര അറിയാം. ഫാസ്റ്റ് ആണ്. ക്രിസ്മസിന് ന്യൂ ഇയറിന് സ്റ്റാർ ഇല്ലാതെ എന്താ ആഘോഷം എന്ന് പറയുന്നത്. ആഘോഷം, അടുത്ത അതെ. ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ക്രിസ്മസ് If സ്റ്റാർ you are good, എത്തിക്കഴിഞ്ഞു. I contain small presents. If you are bad, I contain cold. I'm like a big sock. ആരായിരിക്കും? എന്താ ഇതിന്റെ പേര്? Stockings. Christmas stockings. ഓ, അതെ, correct. ആരാണ് ഈ പെട്ടെന്ന് ഇങ്ങനെ ഉത്തരം പറയുന്ന ആരാണ്? അതാ, ഇതാണ് സ്റ്റോക്കിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് Okay, ഹിന്റ് അടുത്ത വന്നിട്ടുണ്ട്. I came in all shapes and size. I'm wrapped in a paper. Open me on Christmas Day for a nice surprise. Christmas. Yes, yes. എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട്. ഗൗരി മാം. അതെ, എല്ലാരും ഉത്തരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇവർക്കുള്ള അതെ, ഗിഫ്റ്റ് ഒക്കെ നമ്മൾ ആദ്യമേ കൊടുത്തത് നന്നായി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചാൽ. അതെ, അതെ. ഓക്കെ, ഇപ്പോഴും ഗിഫ്റ്റ് തന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാരും കൂടി പങ്കിട്ട് എടുത്തിരുന്നാ മതി. അതെ, നെക്സ്റ്റ് ഹിന്റ് വരുന്നുണ്ട്. I fly Santa around the world. I can carry many presents. I'm pulled by 8 reindeer. Sleigh ആണ്. ഓ, ഗ്രേറ്റ്. Very good. ഇതാണ് കേട്ടോ, സ്ലേ ഇതാണ്. ഓക്കെ, I wear a red hat and coat. I have a big white bag. I'm Santa also Claus. known as അതെ. Santa Claus. ഇതില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? തീർച്ചയായും. അപ്പോ നമ്മുടെ ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ ന്യൂ ഇയർ ആഘോഷം ഏകദേശം അതെ, എല്ലാരും എൻജോയ് ചെയ്തോ? നമ്മുടെ ഈ ഗെയിം എല്ലാരും എൻജോയ് ചെയ്തോ? നമ്മളൊരു ചെറിയ Simple കുട്ടികളായി ആയിട്ടുള്ള കുറച്ച് game. സമയത്തേക്ക് അല്ലെ? ക്യാൻഡീസും അതെ, സ്റ്റാറും അല്ലെ, പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മളൊരു ചെറിയ ക്ലാസ്സുകളിലേക്ക് എത്തി അല്ലെ? ഇനി തീർച്ചയായും. എന്താണ് മാം, നെക്സ്റ്റ് എന്താണ് ഇനി? നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവരുടെ ആ ഒരു കരോൾ സോങ് കേൾപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ. അതെ, അപ്പോ നമ്മുടെ അതൊന്ന് വിന്നേഴ്സിന്റെ സോങ് നിങ്ങൾക്ക് വിന്നേഴ്സിന്റെ കേൾക്കണ്ടേ? സോങ് നമ്മള് കേൾപ്പിച്ചില്ലായിരുന്നു. അത് നമ്മളൊരു സർപ്രൈസ് പോലെയൊക്കെ വെച്ചിരുന്നതാണ്. അത് കൂടാണ്ട് വേറെയും കുറെ സർപ്രൈസ് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. നമ്മുടെ സെലിബ്രേഷന്റെ ഭാഗമാവാൻ. മാഡം, ഞാൻ 2 ലൈൻ ഒന്ന് മൂളാം. പാടിക്കോളൂ. പേര് പറയാമോ? എന്റെ പേര് ഗിരീഷ്. ഞാൻ BA ഇംഗ്ലീഷിന് പഠിക്കാം. വീഡിയോ കൂടി ഒന്ന് ഓണാക്കോ? അതെ, വീഡിയോ ഓണാക്കാമോ? ഞങ്ങളൊന്ന് കണ്ടോട്ടെ. യെസ്. ഞാൻ പാട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. പറഞ്ഞ പോലെ അതിന്റെ മുഖവരുടെ ആവശ്യമില്ല. നമ്മളൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് 4 വരി പാടാം. മൊഴിയുവാനുണ്ടാകുമി മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി സന്ധ്യ തൊട്ടേ വന്നു നിൽക്കുകയാണവൾ എന്റെ ജനാലകൾക്കരികിൽ. ഇളം കുങ്കുമക്കാറ്റിന്റെ ചിറകിൽ എന്തോ മൊഴിയുവാനുണ്ടാകും മഴയ്ക്ക് മാത്രമായി ഏറെ സ്വകാര്യമായി. പണ്ടു തൊട്ടേ എന്നോടിഷ്ടമാണിന്നാവാം പാട്ടിൻ പ്രിയമെന്നുമാവാം. എന്നോ പഠിച്ചു മറന്ന രാഗങ്ങളെ പിന്നെയും ഓർമ്മിക്കയാവാം. എന്തോ മൊഴിയുവാനുണ്ടാകും മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി. താങ്ക് യു മാഡം. ഇതാണോ പാടാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞത്? വളരെ നന്നായി പാടി. വളരെ നന്നായിരുന്നു. നല്ല രസമായിട്ട് പാടി. പാട്ട് പഠിച്ചിരുന്നു. അത് പാടാനായിട്ട് തയ്യാറെടുത്ത പാട്ടാണ് നമ്മളുടെ മാഡം ആദ്യം പാടിയത്. യഹൂദിയായിലെ എന്നുള്ള പാട്ട് പാടാനായിട്ട്. സാരമില്ല, അതിനേക്കാൾ നന്നായിരുന്നു. ഇതും വളരെയധികം നന്നായിരുന്നു. താങ്ക്സ് മാഡം, താങ്ക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പ്രദീപ് സോമസുന്ദരത്തിന്റെ ഒരു പാട്ടായാലോ? അദ്ദേഹത്തെ പറ്റി നേരത്തെ രമേശ് ഇങ്ങനെ വാദോരാതെ സംസാരിക്കുമ്പോൾ ശരിക്കും നമ്മളൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അതാണ് രമേശ് ആദ്യമേ തന്നെ പൊളിച്ചത്. എന്നാ പോലും അദ്ദേഹത്തിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഇല്ല മാം, ഞാനത് സാറിന് മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു തവണ ഞാൻ നാട്ടിൽ വെച്ചിട്ട്. അന്നത്തെ മോച്ചായിരുന്നു ഒരുപാട് മാറി. എനിക്കെന്ന് വെച്ചാൽ ഞങ്ങളുടെ
ഒക്കെ ചെറുപ്പത്തിൽ സാറ് ഞാൻ അന്ന് മറ്റേ കോമ്പറ്റീഷൻ വിൻ ചെയ്ത് നിൽക്കുന്ന സമയം അന്നൊക്കെ അത്രയും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതിലുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ഒരു ആകെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതാ നമ്മളും അതേ Yes, please, sir. എക്സൈറ്റ്മെന്റിൽ തന്നെയായിരുന്നു നിൽക്കുന്നത്. അതെ അതെ ഹലോ പ്ലീസ് സാർ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കാം sir. തീർച്ചയായും Clear ആണോ? കേൾക്കാം. ക്ലിയർ ആണ്, ഓഡിബിൾ Clear. ആണ്. രമേശ്, താങ്ക് യു സോ മച്ച്. ഞാൻ രമേശ് കണ്ട ഇത് 96 ആ സമയത്തായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത്രയും അതെ പ്രായമായി. അതെ കണ്ണപുരത്ത് വെച്ചിട്ട് കണ്ണപുരം. അപ്പോൾ അതേപോലെ ഇരിക്കണമെന്നില്ലല്ലോ എന്തായാലും ഇത്രയും വർഷങ്ങളായി. എന്തായാലും എല്ലാവരും കാണാൻ പറ്റിയതിലും ഞാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ ജോയിൻ ചെയ്തതാണ്. MA സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ്. എനിക്ക് സൈക്കോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു കരിയറിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ്. കരിയർ എന്ന് പറഞ്ഞാൽ ഞാനൊരു കോളേജ് പ്രിൻസിപ്പളാണ്. അപ്പോൾ അടുത്ത വർഷം ഞാൻ റിട്ടയർ ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പുതിയ ഒരു കാര്യം പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്ന മുതിർന്ന എനിക്ക് തോന്നുന്നു ഇതേപോലെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ തോന്നുന്നു. 1-2 പേരെ കണ്ടു എൻ്റെ പ്രായത്തിൽ. എന്നിരുന്നാലും പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. എന്നെ പഠിപ്പിക്കുന്ന എന്നെക്കാളും എത്ര പ്രായം കുറഞ്ഞ ടീച്ചറാണ്. ഞാൻ ടീച്ചറെന്നേ വിളിക്കുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറാണ് എപ്പോഴും. അത് പ്രായം ഒരു പ്രശ്നമല്ല. എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് ഞാനൊരു വൈറൽ ഫീവർ കോവിഡായിരുന്നോ എന്ന് അറിയില്ല. കുറച്ച് കാലങ്ങളിൽ ഏകദേശം ഒരു മാസമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ലീവ് എടുക്കും, ഇടയ്ക്ക് അങ്ങനെ. കാരണം പനി വന്ന് ചുമ വന്ന് അത് മാറിയിട്ടില്ല എപ്പോഴും. അപ്പോൾ ഞാൻ ഒരു പാട്ട് പാടാൻ ശ്രമിക്കാം. അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ദയവ് ഇത് പൊറുക്കുക. ഇത് ഞാൻ തന്നെ പാടിയ പാട്ടാണ്. ഞാൻ ഈ നിനക്കായി എന്ന് പറയുന്ന ഒരു ആൽബം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പാടിയൊരു ആൽബമാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ ബാലഭാസ്കർ, മരിച്ചുപോയ ബാലഭാസ്കർ സംഗീതം നൽകി മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ഇത്. ഓഡിയോ കേൾക്കുന്നുണ്ടോന്നൊന്ന് പറയണേ. കേൾക്കുന്നുണ്ടോ? Yes, audible ആണ്. ട്രാക്ക് കേൾക്കുന്നുണ്ടോ? Yes. എണ്ണക്കറുപ്പിൻ ഏഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. എണ്ണക്കറുപ്പിൻ ഏഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. മിഴികളിൽ വിടരും പൂവഴക്, മൊഴികളിലോ തേനഴക്. എണ്ണക്കറുപ്പിൻ ഏഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. ആദ്യത്തെ നോട്ടത്തിൽ കുസൃതിക്കാരി, പിന്നെ ഞാൻ കേട്ടതോ വാശിക്കാരി. ആദ്യത്തെ നോട്ടത്തിൽ കുസൃതിക്കാരി, പിന്നെ ഞാൻ കേട്ടതോ വാശിക്കാരി. നേരിട്ടു കണ്ടപ്പോൾ കുറുമ്പുകാരി, അടുത്തു ഞാൻ അറിഞ്ഞപ്പോൾ തൊട്ടാവാടി. അഴകേ മിഴിയഴകേ നീ എനിക്കെന്നും നിറ പൗർണമി. എണ്ണക്കറുപ്പിൻ ഏഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. മിഴികളിൽ വിടരും പൂവഴക്, മൊഴികളിലോ തേനഴക്. നീ ചിരിച്ചാലത് പാലമൃത്, ആ വിളിയോ തരാട്ട്.
നീ ചിരിച്ചാലത് പാലമൃത്, ആ വിളിയോ താരാട്ട്. കൺമണിയാളൻ അരികത്തു വന്നാൽ കൺമുന്നിലെല്ലാം പൊൻവസന്തം. അഴകേ മിഴിയഴകേ, നീ എനിക്കാത്മാനുരാഗവർഷം. എണ്ണറുപ്പിന്നേഴഴക്, എന്റെ കൺമണിക്കോ നിറയഴക്. എണ്ണക്കറുപ്പിന്നേഴഴക്, എന്റെ കൺമണിക്കോ നിറയഴക്. മിഴികളിൽ വിടരും പൂവഴക്, മൊഴികളിലോ തേനഴക്. എണ്ണക്കറുപ്പിന്നേഴഴക്, എന്റെ കൺമണിക്കോ നിറയഴക്. താങ്ക് യു. വളരെ മനോഹരമായിരുന്നു സാർ. നമ്മളെല്ലാരും എന്താ മതിമറന്നിരിക്കുകയായിരുന്നു എന്ന് തന്നെ അതെ പറയാം. അതെ, ഓഡിയോ ഓക്കെ ആയിരുന്നില്ലേ? ക്ലിയർ ആയിരുന്നില്ലേ? ക്ലിയർ ആയിരുന്നു. ഓക്കെ ആയിരുന്നു സാർ, വളരെ ക്ലിയർ. അപ്പോ ഇനി ഒരു രമേശിന്റെ പാട്ട് കൂടി നമുക്ക് അതെ കേൾക്കാം. അതെ അതെ. ഓക്കെ, ഞാൻ ഈ പാട്ടം പഠിച്ചത് ഇതിപ്പോ യൂട്യൂബിൽ നിന്നാണ് ഞാൻ കണ്ടിട്ട് ഇങ്ങനെ പഠിച്ചല്ലോ, ക്രൈസ്റ്റിന്റെ പുറത്ത്. അപ്പോ ഒരു എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ഏതൊരു പാട്ടിന്റെ ഓക്കെ, താങ്ക് യു. മനോഹരമായിരുന്നു രമേശ്, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോ രമേശിനെ പോലെ തന്നെ നമുക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇനി ആദ്യം നമുക്ക് ഒരു കരോൾ സോങ്ങിന്റെ വിന്നേഴ്സിന്റെ പാട്ട് നമ്മൾ കേൾക്കാൻ ഇടയ്ക്ക് വെച്ച് വിട്ടുപോയില്ലേ, അത് നമുക്ക് അങ്ങ് കേട്ട് കളയാം. അതും കൂടി ആവുമ്പോ നമുക്ക് മറ്റേ കേക്കിന്റെ മണ്ടയ്ക്ക് ഒരു ചെറി വെക്കുന്നത് പോലെ അത്രയും മനോഹരാവട്ടെ. കുറച്ചുകൂടി മധുരമാവും. അതെ, മധുരം കൂടട്ടെ. ഒന്ന് പ്ലേ ചെയ്യും.
നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. ഹൃദയത്തിന്നൽ താരയിൽ വന്നിൻ അഴലിൻ കൂരിരുൾ മാറ്റി. ഹൃദയത്തിന്നൽ താരയിൽ വന്നിൻ അഴലിൻ കൂരിരുൾ മാറ്റി. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. യെരൂശലേം നായക, അബലതൻ വിമോചക, അഭയമായി പ്രകാശമായി ബേത്ലഹേം നഗരിയിൽ കുളിര് പൊഴിയും ഇരവിലായി വെറുമൊരു പുല്ലിൻമിഴിയിലായി ഇരുളിൽ തെളിയും മെഴുകുതിരി പോൽ ചാതനായൊരിൻ യേശുവേ, 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 യേശുവേ. യെരൂശലേം നായക, അബലതൻ വിമോചക, അഭയമായി പ്രകാശമായി ബേത്ലഹേം നഗരിയിൽ. ചെങ്കടലിൽ നീ എന്നു പാതതളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്നു പാതതളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേകദൈവമേ. ഓക്കെ, നമ്മളിപ്പം എല്ലാവരുടെയും പാട്ട് കേട്ടു അല്ലേ? ഏകദേശം നമ്മളൊന്ന് കേട്ട് വന്നിട്ടുണ്ട്. അതെ. അപ്പോ അത്രയും എല്ലാവരുടെയും പാട്ടും എല്ലാം വളരെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ആ, നമുക്ക് ഇനി പാടാനുള്ളവർക്ക് പാടുകയൊക്കെ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഇവർക്ക് വിന്നേഴ്സിന്റെ ഗിഫ്റ്റ് പ്രൈസിന്റെ കൊടുക്കുന്നതിന്റെ കാര്യം കാര്യം പറയണ്ടേ? പറയണ്ടേ മാം? ആ, അതാ നമ്മുടെ നമുക്ക് ഇപ്പം എല്ലാവർക്കും ഫോട്ടോ കോമ്പറ്റീഷൻ ആണെങ്കിലും വിന്നേഴ്സിന് എല്ലാവർക്കും അതുപോലെ തന്നെ കരോൾ സോങ്ങിന്റെ കോമ്പറ്റീഷൻ ആണെങ്കിലും നമ്മുടെ അതുപോലെ വിന്നേഴ്സിന് ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വരുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഒരു മെന്റേഴ്സ് വഴി നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്താൽ മതിയാവും. ശരി. ഓക്കെ. അപ്പോ നമ്മുടെ വക ക്രിസ്മസ് ഗിഫ്റ്റുകളും ആയിട്ടുണ്ട്. അതെ. അതേപോലെ ഇനി ആർക്കെങ്കിലും പാടാനോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ എല്ലാരെയും അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ക്രിസ്മസ് ന്യൂ ഇയർ വിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ടീം ലീഡ് ആയിട്ടുള്ള ലിൻസി മാം ഇവിടെയുണ്ട്. മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം മാം. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. സോ എല്ലാവർക്കും എന്താണ് ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാണ്.
സോ അപ്പൊ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇപ്പൊ ഞാനിങ്ങനെ എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ സാധാരണ അതിൽ ഇപ്പോഴും ആദ്യമൊക്കെ വന്നിട്ടാണ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഐ ഫെൽ സോ എന്താ ഹാപ്പി ടു സീ. അതായത് നമ്മളിപ്പോ വെരി ഷോർട്ട് നോട്ടീസിലാണ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് കാര്യങ്ങളെല്ലാം റിസീവ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ എങ്കിലും ഷോർട്ട് നോട്ടീസിലാണ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിലും 2 പ്രീ ഇവന്റ്സുകളും വളരെ ആക്റ്റീവോടെ കൂടെ നല്ല പാർട്ടിസിപ്പേഷനോട് കൂടെ കിട്ടി. നമ്മളുടെ എപ്പോഴും നമ്മളുടെ ഒരു സക്സസും നമ്മളുടെ ഒരു ബലവും നമ്മളുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ലേണേഴ്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവരും ഇനി അടുത്ത വർഷം നമ്മളിപ്പോ 2024ലേക്ക് കിടക്കാണ്. അപ്പൊ കുറച്ചും കൂടി നല്ല രീതിയിൽ നല്ല റെസൊല്യൂഷൻസിലോട് കൂടെ നല്ല രീതിയിൽ അക്കാഡമിക്കലും പേഴ്സണൽ കരിയർ ഗ്രോത്തിലും എല്ലാത്തിലും എല്ലാവർക്കും നിങ്ങൾ എന്താണ് വിഷ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നടക്കട്ടെ എന്ന് കൂടി നിങ്ങൾക്ക് ആശംസിക്കുക കൂടിയാണ്. ഇതിൽ ഇന്നത്തെ ഈ മീറ്റിംഗിൽ നിങ്ങളുടെ ഈ വാലബിൾ ആയിട്ടുള്ള ടൈമോട് കൂടെ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു കൂടി പറയാണ്. അപ്പൊ പ്രീവെന്റ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു. അതുപോലെ തന്നെ വിന്നേഴ്സ് ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയണം. അപ്പൊ നേരത്തെ മെന്റേഴ്സ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്രൈസ് കാര്യങ്ങളെല്ലാം മെന്റേഴ്സ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ റിസീവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിഷിംഗ് ഓൾ ദ വേ സക്സസ് ആൻഡ് എ പ്രോസ്പെറസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ ലേൺ വൈസിലും പുതിയ കാര്യങ്ങളോടൊക്കെ നിങ്ങൾക്ക് പുതിയ ക്രിയേറ്റീവ് ആയിട്ടും അതുപോലെ തന്നെ പുതിയ ഇന്നോവേഷൻസ് ആയിട്ടും നിങ്ങൾക്ക് വേണ്ട കൂടുതലായിട്ടുള്ള നിങ്ങളുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. അപ്പോ അങ്ങനെ നമ്മള് നമ്മുടെ ഒരു പരിപാടിയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. എത്തി മാം ഒരു നിൽക്കുകയാണ്. കാര്യം ശ്രദ്ധിച്ചോ, ഇവരുടെ ഈ ക്രിസ്മസ് പാട്ടിനേക്കാളിലും ഈ ക്രിസ്മസ് ഒരുക്കങ്ങളെക്കാട്ടിലും ഒക്കെ മനോഹരമായിരുന്നത് എന്താണെന്ന് അറിയും മാമിന് എന്ത് തോന്നുന്നു? എന്താണ് ഇവരുടെ ഈ എന്റെ ഒരു പാർട്ടിസിപ്പേഷൻ അഭിപ്രായത്തിൽ തന്നെ? നമ്മളുടെ അതെ വീഡിയോ തീർച്ചയായിട്ടും ഓണാക്കി, നമ്മളുടെ ആ അതായത് ഒരു ആദ്യം മുതൽ ഒത്തുകൂടലാണ്. അവസാനം വരെ വീഡിയോ ഓണാക്കി നമ്മുടെ കൂടെ അത് ഇങ്ങനെ വരെ അതെ ചിരിച്ചിരിക്കുന്ന മുഖങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ അതെ സമ്മാനം. അതുപോലെ ആ ഒരു അതായത് ഒരാള് ജയിക്കുമ്പോ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും അതെ അതെ നന്നായിരുന്നു അല്ലെങ്കിൽ ഒരാളെ ഒന്ന് പ്രശംസിക്കാനും അതിനൊക്കെ കാണിക്കുന്ന ആ ഒരു വലിയ മനസ്സും അതാണ് നമ്മളുടെ ഒരു മെസ്സേജും അത് തന്നെയാണ്. ലേൺ വൈസ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടീമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. അതായത് നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കേക്കൊക്കെ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാണ് ആ ഒരു കേക്കിന്റെ മാധുര്യം പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഒരുക്കിയ ആ ഒരു ക്രിസ്മസ് പുൽക്കൂടിന്റെ ലാളിത്യം പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിറയാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അവരവരുടെ സ്വപ്നങ്ങളും എല്ലാം സാക്ഷാത്കരിക്കാനും അവരവരുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനും ഒക്കെ സാധിക്കട്ടെ എന്നുള്ള ആശംസ എല്ലാവർക്കും നേരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും വിഷ് ഹാപ്പി ന്യൂ ഇയർ. അതെ, ഗൗരി മാം പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. എല്ലാവരുടെയും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പോലെ തന്നെ ഒരു കമ്മിങ് ഇയർ ആവട്ടെ എന്നുള്ളത് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മെന്റേഴ്സിനാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ട് നിങ്ങളോട് വിശ്വസം അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാവർക്കും പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നല്ലോ അല്ലേ? അതെ, ആർക്കെങ്കിലും പരിപാടിയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അപർണ ഒരു എന്തെങ്കിലും മെൻഷൻ ചെയ്യാനുണ്ടോ? ഇല്ല, വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയതില് ഭയങ്കര ഹാപ്പിയാണ്. ഹലോ മാം, ഞാൻ ഇന്നലെയാണ് ജസ്റ്റ് ജോയിൻ ചെയ്തത്. സോ ദിസ് ഈസ് ഫസ്റ്റ് ടൈം മീറ്റിംഗ് ആണ്. സോ എല്ലാവരും കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. തുടർച്ചയും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാകാൻ പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയതിൽ. ഒരു ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റിയാലും നമ്മുടെ കൂടെ സെലിബ്രേഷനിൽ ഒത്തുചേർന്നതിലും ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ഇങ്ങനത്തെ ആഘോഷങ്ങൾ ഉണ്ടാവട്ടെ നമ്മുടെ ലേൺ വൈസിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ.